പ്രിയപ്പെട്ടവരെ, എൻ്റെ പുതിയ പുസ്തകം പ്രസിദ്ധീകരണത്തിന് തയ്യാറെടുക്കുകയാണ്. കോഴിക്കോട്ടുള്ള ബുക്ക് പ്ലസ് പബ്ലിഷേഴ്സാണ് പുസ്തകം പുറത്തിറക്കുന്നത്. പുസ്തകത്തിൻ്റെ കവർ ഡിസൈൻ നിങ്ങളുമായി പങ്കുവയ്ക്കാനും പുസ്തകത്തെക്കുറിച്ച് 2 വാക്ക് സംസാരിക്കാനുമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യം നമുക്ക് പുസ്തകത്തിൻ്റെ കവർ നോക്കാം. അപ്പോൾ പുസ്തകത്തിന്റെ കവർ ഡിസൈൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതട്ടെ. വളരെ നല്ല രീതിയിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഡിസൈൻ ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ പുസ്തകത്തിന്റെ പേര് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ശാസ്ത്രീയ വിപ്ലവം, മുസ്ലിം റീഡർ എന്നതാണ് പുസ്തകത്തിന്റെ ടൈറ്റിൽ. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇത് ശാസ്ത്രീയ വിപ്ലവത്തെക്കുറിച്ചുള്ള ഒരു പുസ്തകമാണ്. അപ്പോൾ എന്താണ് ശാസ്ത്രീയ വിപ്ലവം? 16 മുതൽ 18 വരെയുള്ള നൂറ്റാണ്ടുകളിൽ യൂറോപ്പിൽ സംഭവിച്ച അറിവിനെ സംബന്ധിക്കുന്ന അടിസ്ഥാനപരമായ മാറ്റങ്ങളെ സൂചിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു പദമാണ് ശാസ്ത്രീയ വിപ്ലവം എന്നത്. അത് ശാസ്ത്രം എന്ന ഒരു പദം തന്നെ 19-ാം നൂറ്റാണ്ടിൽ ഉദയം ചെയ്ത ഒന്നാണ്. അപ്പൊ എങ്ങനെയാണ് അതിനു മുന്നേ നിരവധിയായിട്ടുള്ള വിജ്ഞാന രൂപങ്ങൾ പല നാമങ്ങളിൽ നിലനിന്നിരുന്നു. തത്വചിന്തയുടെ ഭാഗമായി നാച്ചുറൽ ഫിലോസഫി എന്ന പേരിൽ അങ്ങനെ നിരവധി രൂപങ്ങളിൽ പല രീതിയിൽ നിലനിന്നിരുന്ന വിജ്ഞാനീയങ്ങളിൽ നിന്ന് ഇന്ന് നാം അറിയുന്ന ആധുനിക ശാസ്ത്രം എങ്ങനെ ഉരുത്തിരിഞ്ഞു, അതിന് കാരണമായത് എങ്ങനെ? അപ്പൊ അതിന്റെ ഒരു കാലഘട്ടത്തിൽ, ഈ ഒരു 16 മുതൽ 18 വരെയുള്ള കാലഘട്ടത്തിൽ നടന്ന നിരവധിയായ മാറ്റങ്ങളിലൂടെ, നിരവധി കണ്ടെത്തലുകളിലൂടെ എങ്ങനെയാണ് ആധുനിക ശാസ്ത്രം രൂപപ്പെട്ടത് എന്നത് സൂചിപ്പിക്കാനാണ് പൊതുവിൽ ശാസ്ത്രീയ വിപ്ലവം എന്ന് നാം വിശേഷിപ്പിക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ള മാറ്റത്തിന്റെ കഥയാണ് നാം ഈ പുസ്തകത്തിൽ പറയാൻ ശ്രമിക്കുന്നത്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ചരിത്രത്തെ ഒരു വിഗ്ഗിഷ് ഹിസ്റ്ററി ആയിട്ടല്ല ഞാൻ സമീപിക്കുന്നത്. വിഗ്ഗിഷ് ഹിസ്റ്ററി എന്നാൽ എന്താണ്? വിഗ്ഗിഷ് ഹിസ്റ്ററി ചരിത്രത്തെ സമീപിക്കുന്ന ഒരു പ്രത്യേക രീതിയെ വിമർശിക്കാൻ വേണ്ടി ചരിത്ര പണ്ഡിതന്മാർ ഉപയോഗിക്കുന്ന ഒരു പദമാണത്. ഭൂതകാലത്തെ വർത്തമാനകാലത്തിന്റെ അടിസ്ഥാനത്തിൽ നിരൂപണം ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു അബദ്ധ മാതൃകയാണ് യഥാർത്ഥത്തിലത്. ഇത് ഈ ഒരു രീതിയുടെ പ്രശ്നത്തിൽ പലപ്പോഴും നമ്മളെല്ലാവരും അകപ്പെട്ടു പോകാറുണ്ട്. അതായത് ആധുനിക ശാസ്ത്രം എന്നത് ഒരു പൂജ്യത്തിൽ നിന്ന് ഇന്ന് വരെയുള്ള ഓരോ സംഭവങ്ങളെയും നമ്മളൊരു വളർച്ചയുടെ, പുരോഗതിയിലേക്കുള്ള നിതാന്തമായ സഞ്ചാരം എന്ന അർത്ഥത്തിൽ മനസ്സിലാക്കിക്കൊണ്ട് അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രസക്തമായിട്ടുള്ളത് വർത്തമാനകാലമാണ് എന്ന അടിസ്ഥാനത്തിൽ ഭൂതകാലത്തെ മുഴുവനും വർത്തമാനകാലത്തിന്റെ ഒരു കാഴ്ചയിലൂടെ നോക്കാൻ ശ്രമിക്കുക എന്നതാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ചരിത്രത്തിന് കേവലമായ ഒരു കഥ എന്നതിനപ്പുറം, അല്ലെങ്കിൽ ആധുനിക കാലത്തിലേക്ക് എത്തിച്ചേരാൻ ഇടയായ അബദ്ധ വിശ്വാസങ്ങൾ എന്നതിനപ്പുറം ചരിത്രത്തിൽ നടന്ന അന്വേഷണങ്ങൾക്കോ അവരുടെ വിജ്ഞാന രൂപങ്ങൾക്കോ എന്തെങ്കിലും പ്രസക്തി കൽപ്പിച്ചു കൊടുക്കാത്ത ഒരു രീതിയിലാണ് പൊതുവിൽ വിഗ്ഗിഷ് ഹിസ്റ്ററി രൂപപ്പെടുന്നത്. ഈ ഒരു രീതിയിൽ നമ്മൾ ഉദാഹരണത്തിന് കോപ്പർനിക്കസ്, കെപ്ലർ, ഗലീലിയോ, ന്യൂട്ടൺ, ഇങ്ങനെയാണ് ഒരു പ്രധാനപ്പെട്ട ശാസ്ത്രീയ വിപ്ലവത്തിന്റെ ചിന്തകന്മാരെ നമ്മൾ പറയുന്നത്. അതായത് കോപ്പർനിക്കസ് പ്രപഞ്ചത്തിന്റെ മധ്യത്തിൽ ഭൂമിയായിരുന്നു എന്നാണ് പുരാതന കാലം മുതലേ ആളുകൾ വിശ്വസിച്ചിരുന്നത്. എന്നാൽ കോപ്പർനിക്കസ് പറഞ്ഞു ഭൂമിയല്ല, യഥാർത്ഥത്തിൽ സൂര്യനാണ് പ്രപഞ്ചത്തിന്റെ കേന്ദ്രം. അപ്പോൾ അതിനെ തുടർന്ന് അതിനെ തെളിയിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുകയും ഒടുവിൽ അത് ന്യൂട്ടണിൽ ശാസ്ത്രീയ വിപ്ലവം അതിന്റെ പരാകാഷ്ഠ പ്രാപിക്കുകയും ചെയ്തു എന്ന അർത്ഥത്തിൽ നമ്മൾ ഒരു ചരിത്രം പറയുമ്പോൾ അത് വളരെ ലളിതവൽകൃതമായ ഒരു ചരിത്രമാണ്. ഇത് ഏതടിസ്ഥാനത്തിലാണ് കോപ്പർനിക്കസ് ഭൂമിയല്ല സൂര്യനാണ് പ്രപഞ്ചത്തിന്റെ കേന്ദ്രം എന്ന് പറഞ്ഞത്? അതിന്റെ കാരണം എന്താണ് അദ്ദേഹത്തിന്റെ തെളിവ്? ഇത്തരം നിരവധിയായ ചോദ്യങ്ങളുണ്ട്. ഒരിടത്തിൽ ഡെവിൾ ഈസ് ഇൻ ദ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് പോലെ ഇതിന്റെ വിശദാംശങ്ങൾ പഠിക്കുമ്പോഴാണ് ഈ ഒരു ശാസ്ത്രീയ പഠനം അല്ലെങ്കിൽ ശാസ്ത്രീയ ചരിത്രത്തിന്റെ പഠനം വളരെ രസകരമാകുന്നത്.
വളരെ നമുക്ക് പ്രസക്തമായി തീരുന്നത്. നാം വിചാരിക്കുന്ന പോലെ ചരിത്രം കേവലമായ കഥയല്ല, അല്ലെങ്കിൽ വേറെമായ ഇന്ന് ഏതെങ്കിലും രീതിയിൽ പ്രസക്തമല്ലാത്ത ഒരു സംഭവമല്ല. അപ്പൊ ആ അർത്ഥത്തിൽ വിഗ്ഗിഷ് രീതിയിലുള്ള ഒരു ചരിത്രമല്ല, മറിച്ച് മനുഷ്യന്റെ അന്വേഷണങ്ങളെ അതിന്റെ യഥാർത്ഥമായ സ്പിരിറ്റിൽ നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. എന്തൊക്കെയായിരുന്നു ഈ കാര്യങ്ങൾ അന്വേഷിച്ചവരുടെ അവരുടെ അഭിലാഷ ലക്ഷ്യങ്ങൾ എന്തായിരുന്നു, അവരുടെ ചരിത്ര പശ്ചാത്തലം എന്തായിരുന്നു, അവരുടെ അഭിലാഷ ലക്ഷ്യങ്ങൾ എന്തായിരുന്നു, എന്തടിസ്ഥാനത്തിലാണ് അവർ ഈ അന്വേഷണങ്ങൾ നടത്തിയത്, എന്തുകൊണ്ടാണ് അവർ ചില പ്രത്യേകതരം വാദങ്ങൾ ഉയർത്തിപ്പിടിച്ചത്, എന്തായിരുന്നു അതിനെ അവർ അങ്ങനെ ഒരു വാദം ഉയർത്തിപ്പിടിക്കാൻ അവരെ പ്രചോദിപ്പിച്ചത്. ഇത്തരം ചില ഡീറ്റെയിൽസിലേക്ക് നാം നോക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ എന്താണ് ശാസ്ത്രീയ വിപ്ലവത്തിൽ സംഭവിച്ചത് എന്നതിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ ആ ഒരു ഡീറ്റെയിൽസിലേക്കാണ് നാം ഈ പുസ്തകത്തിൽ ശ്രദ്ധിക്കുന്നത്. രണ്ടാമത്തെ ടൈറ്റിലിന്റെ ഒരു ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, മുസ്ലിം റീഡർ. അതൊരു മുസ്ലിം കാഴ്ചപ്പാട് ഇവിടെ വരുന്നുണ്ട്. അപ്പൊ അതില് മുസ്ലിം വൈജ്ഞാനിക പാരമ്പര്യത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് നാം ശാസ്ത്ര വിപ്ലവത്തിന്റെ ചരിത്രം ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. അപ്പൊ ആ അർത്ഥത്തിൽ ഇത് ഈ കെപ്ലർ, ഗലീലിയോ, ന്യൂട്ടൺ എന്നിവരോടൊപ്പം തന്നെ ഇബ്നു സീന, ഇമാം ഗസാലി, ഇബ്നു ഹൈത്തം, ഇൽമുൽ കലാമിന്റെ ചിന്തകർ, ഇവരുടെ എല്ലാം ആശയങ്ങൾ എങ്ങനെയാണ് ആധുനിക ശാസ്ത്രത്തിലേക്ക് നയിച്ചത്, ശാസ്ത്രീയ വിപ്ലവത്തിലേക്ക് നയിക്കുന്ന രീതിയിൽ ഈ ചിന്തകൾ എങ്ങനെയാണ് പ്രവർത്തിച്ചത് എന്നത് നേരത്തെ നാം പറഞ്ഞ ഡീറ്റെയിൽസിന്റെ അന്വേഷണങ്ങളിൽ ഇതൊക്കെ വരുന്നുണ്ട്. ഇപ്പൊ മുസ്ലിം ജ്ഞാന പാരമ്പര്യത്തിന് ചരിത്രപരമായ ഒരു കൗതുകത്തിനപ്പുറം അതിനെ ഒരു വർത്തമാനകാല പ്രസക്തിയുള്ള ഒരു ജീവിക്കുന്ന പാരമ്പര്യമായിട്ട് ആശ്ലേഷിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാവണം. അത്തരം ഒരു കാഴ്ചപ്പാട് രൂപപ്പെടണമെങ്കിൽ നമുക്കതിന് പറ്റുന്ന രീതിയിലുള്ള ഒരു ചരിത്ര അവബോധം ആവശ്യമാണ്. ഇന്ന് പൊതുവിൽ ശാസ്ത്രം എന്ന് പറയുന്നതൊക്കെ യൂറോപ്യന്മാർ കണ്ടെത്തുകയും മുസ്ലിം ലോകത്തിലേക്ക് പിന്നീട് കോളനിവൽക്കരണത്തിലൂടെ പ്രചരിക്കുകയും ചെയ്ത എന്തോ ഒരു ചരക്ക് എന്ന രീതിയിലാണ് പൊതുവിൽ നാം ശാസ്ത്രത്തെ കാണുന്നത്. ആ അർത്ഥത്തിൽ എന്താണ്, ഒരു ഫോറിൻ നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് പറിച്ചു നട്ട ഒരു ചെടിയായിട്ട് ആ ഒരു ഉപമയിലാണ് പൊതുവിൽ ശാസ്ത്രം എന്നുള്ള സംഭവത്തെ മുസ്ലിങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുന്നത്. അപ്പൊ ആ ഒരു രീതി എത്രത്തോളം ശരിയാണ് എന്നതാണ് ഒരു ക്വസ്റ്റ്യൻ. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ശാസ്ത്രത്തിനെ സമീപിക്കുന്നതെങ്കിൽ തീർച്ചയായും ശാസ്ത്രത്തിന് നമുക്ക് കൃത്യമായ അടിത്തറയിൽ അതിനെ സ്വീകരിക്കാനോ അതിനെ വളർത്തിയെടുക്കാനോ ശാസ്ത്രീയമായ അവബോധം രൂപപ്പെടുത്താനോ അല്ലെങ്കിൽ ആ ശാസ്ത്രീയ അവബോധം എന്താണ് എന്ന് തിരിച്ചറിയാനോ ശാസ്ത്രവും മതവും തമ്മിലുള്ള ബന്ധത്തിനെ കുറിച്ചും അത് തമ്മിൽ നിലനിൽക്കുന്ന തമ്മിലുള്ള ബന്ധത്തിലെ സങ്കീർണതകളെ കൃത്യമായ രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയില്ല. ഇപ്പൊ ശാസ്ത്രവും മതവും തമ്മിലുള്ള ബന്ധത്തിലെ സങ്കീർണതകളെ കൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ എന്താണ് ശാസ്ത്രം എന്നത് മനസ്സിലാക്കേണ്ടതുണ്ട്, ശാസ്ത്രത്തിന്റെ ചരിത്രം എന്തായിരുന്നു എന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ആ അർത്ഥത്തിൽ മുസ്ലിം വൈജ്ഞാനിക പാരമ്പര്യത്തിന്റെ ഭാഗത്തു നിന്നും ഈ ഒരു ശാസ്ത്രീയ വിപ്ലവം, ഈ ഒരു വലിയ മാറ്റത്തിനെ എങ്ങനെയാണ് നമുക്ക് വായിക്കാൻ കഴിയുക, അപ്പൊ അത്തരം ഒരു ചരിത്രാവബോധം നമുക്ക് എങ്ങനെ രൂപപ്പെടുത്താൻ കഴിയും എന്നത് പ്രധാനമാണ്. അപ്പൊ അത് ഈ ഒരു പുസ്തകത്തിൽ നാം സൂചിപ്പിക്കുന്ന, അന്വേഷിക്കാൻ ശ്രമിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മുസ്ലിം പാരമ്പര്യത്തിന്റെ ഒരു ചരിത്രം പലപ്പോഴും ഇങ്ങനെ ഒരു ഇടറിപ്പോകുന്ന ഒരു അവസ്ഥയാണ്. അത് കോളനിവൽക്കരണത്തിന്റെ ഫലമായിട്ടാണ്. അതായത് മുസ്ലിം ജ്ഞാന പാരമ്പര്യങ്ങൾ, ഫലസിഫയുടേതാവട്ടെ, ഇൽമുൽ കലാമിൻ്റെതാവട്ടെ, അങ്ങനെ സൂഫിസത്തിൻ്റെതാവട്ടെ, ഇത്തരം മുസ്ലിം പാരമ്പര്യങ്ങളൊക്കെ തന്നെ ആ പാരമ്പര്യത്തിൽ വിജ്ഞാനം സിദ്ധിക്കുന്നവർക്ക് ആധുനിക ശാസ്ത്രത്തിൽ വേണ്ടത്ര ജ്ഞാനമില്ല. അതേസമയം ആധുനിക ജ്ഞാനം നേടിയിട്ടുള്ളവർ, ഇന്നത്തെ മോഡേൺ സയൻസ് പഠിച്ചിട്ടുള്ളവരാവട്ടെ, അവർക്ക് ഈ പറയുന്ന ട്രഡീഷണൽ ആയിട്ടുള്ള ഇസ്ലാമിക് ശാസ്ത്രങ്ങളിലോ ഇസ്ലാമിക വിജ്ഞാനീയങ്ങളിലോ വേണ്ടത്ര അവഗാഹമില്ല എന്നൊരു അവസ്ഥ വന്നിട്ടുണ്ട്. അപ്പൊ ഈ പറയുന്ന പുതിയ തലമുറയ്ക്ക് ഈ പഴയ കാലത്തെ വിജ്ഞാനീയങ്ങൾ, ഇൽമുൽ കലാമിന്റെയൊക്കെ ഒരു കിതാബ് എടുത്ത് മറിച്ചു നോക്കിയാൽ അവർക്ക് മനസ്സിലാവില്ല എന്താണ് ഇതിന്റെ റെലവൻസ്. അപ്പോൾ പലപ്പോഴും ചിലർ തെറ്റിദ്ധരിക്കുകയൊക്കെ ഇതൊക്കെ കാലഹരണപ്പെട്ടുപോയ ചില പുസ്തകങ്ങളാണ്. ഈവൻ ഇബ്നു സീനയെ പോലെയുള്ള മുസ്ലിം പാരമ്പര്യത്തിലെ പ്രസിദ്ധരായ തത്വചിന്തകന്മാരുടെ പുസ്തകം പോലും ഒരു ആധുനിക ശാസ്ത്രം മാത്രം പഠിച്ച ഒരു വിദ്യാർത്ഥി എടുത്ത് മറിച്ചു നോക്കിയാൽ അദ്ദേഹത്തിന് ചിലപ്പോൾ ഒരുപക്ഷെ തോന്നിയേക്കാം ഇതൊക്കെ കാലഹരണപ്പെട്ട ശാസ്ത്രമാണല്ലോ ഇവർ പറയുന്നത്. അപ്പൊ ആ അർത്ഥത്തിൽ
പക്ഷെ എന്താണ് ഇതിന്റെ ഒരു ചരിത്ര പശ്ചാത്തലത്തിൽ നിന്ന് ഇതിനെ മനസ്സിലാക്കുകയും ഏത് തത്വചിന്തയുടെ അടിസ്ഥാനത്തിലാണ് ആ ശാസ്ത്രം നിലനിന്നതെന്നോ ശാസ്ത്രത്തിന് തന്നെ അറിവിന്റെ തന്നെ സംഭവിച്ച ഈ അടിസ്ഥാന മാറ്റങ്ങളെ കുറിച്ച് നാം മനസ്സിലാക്കുകയും ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കൃതികളിൽ നിന്ന് നമുക്ക് വേണ്ട വിധം മനസ്സിലാക്കാൻ കഴിയില്ല എന്നൊരു പ്രശ്നമുണ്ട്. അപ്പൊ അത്തരം ചില വിഷയങ്ങളെ നമ്മൾ ഈ പുസ്തകത്തിൽ പല രീതിയിൽ സമീപിക്കുന്നുണ്ട്. അപ്പൊ ഈ രീതിയിൽ ഇസ്ലാമിക ജ്ഞാന പാരമ്പര്യം മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന, അതോടൊപ്പം ആധുനിക ശാസ്ത്രത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന പുതിയ തലമുറയിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ഈ പുസ്തകം. അത് ആ അർത്ഥത്തിൽ പൗരാണികവും ആധുനികവുമായ ജ്ഞാനങ്ങൾ തമ്മിലെ തുടർച്ചയും ഇടർച്ചയും മനസ്സിലാക്കാൻ, അവയുടെ തത്വചിന്താപരവും മെറ്റാഫിസിക്കലുമായുള്ള സ്വഭാവത്തിലെ അന്തരങ്ങൾ മനസ്സിലാക്കാൻ ഡോഗ്മാറ്റിക് അല്ലാത്ത വൈജ്ഞാനികമായ ഒരു സമീപനം ശാസ്ത്രത്തോട് എങ്ങനെ സ്വീകരിക്കണം എന്ന പ്രശ്നം പഠിക്കാൻ ശ്രമിക്കുന്നവർക്കായിട്ട് ഇത്തരക്കാർക്ക് വേണ്ടിയുള്ള ഒരു പുസ്തകമായിരിക്കും ഇത്. തീർച്ചയായും നിങ്ങൾ ഓരോരുത്തരും ഈ പുസ്തകം വായിക്കണം. കൂടുതൽ നമുക്ക് ഈ പുസ്തകത്തിനെ കുറിച്ച് ഇനി വരും ദിവസങ്ങളിൽ സംസാരിക്കാം. പൊതുവിൽ ശാസ്ത്രീയ വിപ്ലവത്തെക്കുറിച്ചുള്ള മുസ്ലിം വൈജ്ഞാനിക പാരമ്പര്യത്തിന്റെ പക്ഷത്ത് നിന്നുള്ള ഒരു അന്വേഷണം എന്ന രീതിയിലാണ് ഈ പുസ്തകത്തെ നിങ്ങൾ സമീപിക്കേണ്ടത്. ആ അർത്ഥത്തിൽ നിങ്ങൾക്ക് തീർച്ചയായും ഈ പുസ്തകം വിജ്ഞാനപ്രദമായിട്ടുള്ളതായിരിക്കും, ഉപയോഗപ്രദമായ ഒന്നായിരിക്കും എന്ന് വിശ്വസിക്കുന്നു.